ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമുക്കിന്ന് ഇച്ചിരി ചിക്കൻ മേടിച്ചിട്ടുണ്ട്. അത് ഇച്ചിരി ചിക്കൻ കറി വെക്കാനാണേ. പിന്നെ അത് ഞാൻ കഴുകി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട്. പാലൊഴിച്ച് വെക്കുന്ന കറിയാണ് കേട്ടോ. ഇത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടു, മുളക് പൊടി, പിന്നെ ഇച്ചിരി നമുക്ക് ഗരം മസാലയും കൂടെ, അതായത് നമ്മുടെ ചിക്കനിലോട്ട് ആവശ്യത്തിന് എരിവ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ കുക്കറിലിട്ട് വേവിക്കാൻ ഇച്ചിരി ഗരം മസാല ഇട്ടിട്ടുണ്ട്. അതിട്ട് പിന്നെ ഉപ്പും ഇട്ടു. നല്ലതുപോലെ തിരുമ്മിയിട്ട് നമ്മുടെ തക്കാളിയും സവോളയും കൂടെ അതിലോട്ടിട്ട് നല്ലതുപോലെ തിരുമ്മി വെക്കണം. ഒരു അരമണിക്കൂറോളം വെക്കണം. 10-20 മിനിറ്റെങ്കിലും ഇരിക്കണം. അതിലോട്ടെല്ലാം ഒന്ന് പിടിച്ചതിന് ശേഷം നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ ഒക്കെ തിന്നാൻ പറ്റുന്ന കറിയാണ് കേട്ടോ, ചോറിൻ്റെ കൂടെ. എല്ലാം ഞാൻ വേവിച്ച് എല്ലാം നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 2 വിസിൽ മതി കേട്ടോ. എൻ്റെ കുക്കറിൽ 2 വിസിൽ ആകുമ്പോൾ നല്ലതുപോലെ പൊടിഞ്ഞു പോകാതെ വെന്ത് കിട്ടും. ചിക്കന് കുക്കറിലിട്ട പെട്ടെന്ന് വേവുമല്ലോ. വെള്ളമൊന്നും നമ്മൾ ഒഴിക്കുന്നില്ല കേട്ടോ. ആ ചിക്കനിലെ വെള്ളത്തിൽ തന്നെ വേവും. ഞാൻ ദേ ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. പിന്നെ നമുക്ക് കുറച്ച് സവോളയും വെളുത്തുള്ളിയും എല്ലാം കൊണ്ടിട്ട് വഴറ്റണം. ഉരുളി നല്ലോണം ചൂടായപ്പോൾ എണ്ണ ഒഴിച്ച് വെളുത്തുള്ളി ഇട്ടു. വെളുത്തുള്ളി ഒന്ന് മൂത്തപ്പോൾ നമുക്ക് ഇഞ്ചി എടുത്തിടാം. വെളുത്തുള്ളി ഇഞ്ചി ഇട്ടു. അതിൻ്റെ ഒന്ന് പച്ചമണം മാറട്ടെ. എല്ലാവരും ഞങ്ങളുടെ ചാനൽ കാണണം കേട്ടോ. കാണുന്നവരെല്ലാം ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്യണം. നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയും വാടിയപ്പോൾ അതിലോട്ട് പിന്നെ നമ്മുടെ സവോളയും 2-3 പച്ചമുളകും കൂടെ ഇട്ടിട്ടുണ്ട്. അതൊന്ന് നല്ലോണം വഴറ്റിയെടുക്കണം. ചാനൽ എല്ലാവരും കണ്ടിട്ട് ലൈക്കും കൂടെ ചെയ്യണം കേട്ടോ. ആരും ലൈക്കും ചെയ്യത്തില്ല, കമൻറ്റ് ചെയ്യത്തില്ല. നമ്മൾ ഈ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ അഭിപ്രായം അറിയാൻ നമുക്ക് താല്പര്യം കാണുമല്ലോ. കാണുന്നവർ ജസ്റ്റ് എന്തെങ്കിലും ഒരു നല്ലതെങ്കിൽ നല്ലതാണെന്നും എന്തെങ്കിലും മോശമായിട്ട് അതിനകത്ത് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാം. അതിൽ ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിൻ്റെ അരിയത്തിൻ്റെ ഉരുളി ആയതുകൊണ്ട് പെട്ടെന്ന് നല്ല ചൂടുണ്ടല്ലോ, പെട്ടെന്ന് സവോള ഇതാൻ കണ്ടോ, പെട്ടെന്ന് ഇതായി കിട്ടും, മൂത്ത് കിട്ടി സവോള നല്ലതുപോലെ. ഇനി അതിലോട്ട് നമുക്ക് മസാല പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തു, മല്ലിപ്പൊടി, ഞാൻ മുളക് പൊടി നമ്മൾ മറ്റേ അതിലിട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഒത്തിരി മുളക് പൊടിയുടെ ആവശ്യമില്ല. ഇത് ഒത്തിരി എരിവുള്ളതല്ല, പച്ചമുളകും പിന്നെ നമ്മൾ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. ഇതിലോട്ട് കൂടുതലായിട്ട് കുരുമുളക് പൊടി മസാലപ്പൊടി എല്ലാം കൂടി ചേർത്തിട്ടുണ്ട്. മല്ലിപ്പൊടി മൂത്ത് വന്നപ്പോൾ കുരുമുളക് പൊടി ഇട്ടു. കുറച്ചുകൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ ഇടണം കേട്ടോ. ഇത് നമുക്ക് പിന്നെ മുളക് പൊടി ഒട്ടുമില്ല, അതൊരു ചുമപ്പ് കളറിലിരിക്കുന്ന കറിയല്ല. പിന്നെ അതിനകത്തേക്ക് ഞാൻ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. തിളപ്പിച്ച വെള്ളമാണ്, അല്ലെങ്കിൽ അങ്ങ് ഒരു
ഒരു രുചി കാണത്തില്ല കറിക്ക്. നമ്മൾ ഈ ചൂടായിട്ടിരിക്കുന്ന സാധനത്തിലോട്ട് ചൂടായിട്ടുള്ള സാധനം വേണം ഒഴിച്ച്. പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ അത് മൊത്തത്തിൽ അങ്ങ് കറി അങ്ങ് വല്ലാതായി പോകും. അപ്പോൾ ഞാൻ തിളച്ച വെള്ളം ഒഴിച്ചു. അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കണം കേട്ടോ. തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിനകത്ത് ഇറച്ചിയൊക്കെ വെന്ത് പൊടിഞ്ഞിട്ടില്ല കണ്ട നല്ലതുപോലെ വെന്തിരിക്കുകയാണ് കേട്ടോ. അതിലോട്ട് നമുക്ക് ഇറച്ചിയിലെ വെള്ളമാണ് കേട്ടോ, നമ്മൾ ഒഴിച്ച വെള്ളമല്ല. അപ്പോൾ അതും എല്ലാം അങ്ങോട്ട് ഒഴിച്ചൊന്ന് തിളയ്ക്കട്ടെ. നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് തിളപ്പിച്ചെടുക്കണം. ഇതിനകത്ത് മെയിനായിട്ട് നിൽക്കുന്നത് നമ്മുടെ കുരുമുളക് പൊടിയുടെയും പിന്നെ പച്ചമുളകിൻ്റെ എരിവായിട്ടാണ്. ഞാൻ കുരുമുളക് പൊടിയുടെ കൂടെ പെരുംജീരകവും കൂടി ഇട്ട് പൊടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. രണ്ടും രണ്ടാക്കി വേണം ഇടാം. ഞാൻ രണ്ടും ഒരുമിച്ചാണ് പൊടിച്ച് വെക്കാറ്. അപ്പോൾ അതാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ വരും, പെരുംജീരകത്തിൻ്റെ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ വരണം ഈ കറിക്ക്, എന്നാലേ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇത് ഞാൻ പാലെടുത്ത് ഒഴിക്കുന്നുണ്ട്. 1-ാം പാൽ 2-ാം പാൽ അങ്ങനെയൊന്നുമില്ല. കുറച്ച് തേങ്ങാപ്പാൽ ഞാൻ ഇതായിട്ട് എടുത്തത് ഇതിനകത്തോട്ട് ഒഴിക്കുക. എന്നിട്ട് നമ്മൾ തിളപ്പിച്ച് പറ്റിച്ചെടുക്കും കേട്ടോ. ഒത്തിരി പാലൊഴിച്ചാൽ തിളയ്ക്കാതെ എടുക്കുന്ന അങ്ങനത്തെ കറിയല്ല ഇത്. നമ്മൾ ഇച്ചിരി പാലൊഴിച്ചിട്ട് മൊത്തത്തിൽ അങ്ങ് തിളച്ച് പറ്റിച്ചെടുക്കണം. നമ്മൾക്ക് ഈ കറി ഇത് ചിക്കൻ മാത്രമല്ല, നമുക്കിത് താറാവും കോഴിയും പിന്നെ നമ്മുടെ മട്ടനും ഒക്കെ ഈ മോഡലിൽ തന്നെ കറി വെച്ചെടുക്കാൻ പറ്റും കേട്ടോ. താറാവാണ് നല്ല ടേസ്റ്റ്. അതിനകത്ത് ആവശ്യത്തിന് ഉപ്പും പിന്നെ മസാലപ്പൊടിയും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കുറച്ചങ്ങ് പറ്റണം. ഇത് വൈകുന്നേരം ആകുമ്പോൾ നല്ല ടേസ്റ്റായി കറിക്ക് കേട്ടോ. എല്ലാവരും അങ്ങ് പിടിക്കും. എനിക്ക് ഇച്ചിരി എരിവ് കുറവുള്ളതുപോലെ തോന്നിയിട്ട് ഞാൻ കുറച്ചുകൂടെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പച്ചവെള്ളം അധികം എടുത്തില്ലായിരുന്നല്ലോ. ഒരു പച്ചവെള്ളം എടുക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചിട്ടാൽ മതി. കുറച്ചുകൂടെ ഉപ്പിൻ്റെ കുറവുള്ളത് കൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഉപ്പിട്ട്. ഇനി ഇതൊന്ന് വറ്റി വന്നാൽ മതി കേട്ടോ. കുറച്ച് എന്നിട്ട് വറ്റും തോറും ടേസ്റ്റ് കൂടും. നമ്മളിതൊന്ന് വൈകുന്നേരം ആകുമ്പോൾ ഒന്നുകൂടെ ഒന്ന് തിളപ്പിക്കണം. പാലൊഴിച്ചത് കൊണ്ടേ തിളപ്പിച്ച് പിറ്റേ ദിവസം വേണേൽ എടുക്കാം. നമുക്ക് അന്നത്തെ ദിവസം എടുക്കുന്നതാണ് എന്തുകൊണ്ട് കറി നല്ലത് കേട്ടോ. പാലൊക്കെ ഒഴിക്കുന്നത് കൊണ്ടേ അപാര ടേസ്റ്റാണ്. നിങ്ങളൊന്ന് വെച്ച് നോക്കണം ഇങ്ങനെ. എന്നിട്ട് എല്ലാവരും അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ടാറ്റാ.